കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ ഉള്ളിവടയാണ്. ചായക്കടയിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന അതേ സ്വാദിലുള്ള ഒരു ഉള്ളിവട. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണിത്. അപ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കാം. 4 സവാള, 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം. സവാള ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് 2 കഷ്ണമാക്കിയിട്ട് അതിൻ്റെ ഞെട്ട് നല്ലോണം കളയണം. ഞെട്ടും മുഖവും മോൾ ഭാഗവും കളയണം, എന്നാലേ സവാള നന്നായിട്ട് അടന്നു വരുള്ളൂ. ഇത് നമ്മൾ ഇച്ചിരി ഉപ്പിട്ടിട്ട് ഒന്ന് പുരട്ടി 10 മിനിറ്റ് നേരം വെക്കും. പണ്ടൊക്കെ നമ്മൾ ചായക്കടയിൽ നിന്ന് മേടിക്കണം അതേ തന്നെ ടേസ്റ്റാണ് ഇതിന്. നമ്മുടെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ഉപ്പ് പിടിക്കാൻ വയ്ക്കാം. നമുക്ക് ഉപ്പ് തിരുമ്മി വയ്ക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിരുമ്മി കൂട്ടി വയ്ക്കാം. സവാളയ്ക്ക് ഒന്ന് മയം വരാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണത്. സവാള ഒന്ന് നന്നായിട്ട് ഉപ്പ് തിരുമ്മി 10 മിനിറ്റ് നേരം വെച്ചേക്കാം. എന്നിട്ട് നമുക്കെടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ തിരുമ്മി കഴിഞ്ഞ് ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. സവാള അരിഞ്ഞ് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്കിനി പൊടി ചേർത്ത് കുഴച്ചെടുക്കാം. വളരെ കുറച്ച് പൊടി എടുക്കണുള്ളൂ. ഈ സവാള ഒന്ന് കുഴഞ്ഞൊന്ന് പിടുത്തം കിട്ടാനുള്ള ഇത് മാത്രമേ എടുക്കണുള്ളൂ. ഒരു 5 സ്പൂൺ പൊടിയാണ് നമ്മൾ എടുത്തേക്കണത്. കുറച്ച് മുളക് പൊടി. ഇത് നമുക്ക് ഈ ഉപ്പ് തന്നെ കൊണ്ട് അതിന് മതിയാവും. പോരാന്ന് വെച്ചാൽ മാത്രം ഒരു സ്വല്പം വെള്ളം ചേർത്താൽ മതി. 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ഇതിനകത്ത് ചേർത്തേക്കണം. നമ്മൾ ഇതിനകത്ത് ഒരുപാട് പൊടി ചേർത്ത് കഴിഞ്ഞാൽ സവാളയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അധികം പൊടി ചേർക്കാത്തത്. ഉപ്പ് കൊണ്ട് വെള്ളം പോരെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനെ വെള്ളം കൊടുക്കുക. ചിലപ്പോൾ വേണ്ടി വരില്ല വെള്ളം. പിന്നെ ഒരു ഇച്ചിരി മുളക് പൊടി. മുളക് പൊടി ഒരു കളറിന് മാത്രം മതി. അത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കണത്. ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ. ഇച്ചിരി സവാള ഒന്ന് ചേർന്നിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പൊടി ചേർക്കണത്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൽ നമ്മൾ കുഴച്ച് വെച്ചതാണ്. ഉപ്പ് ചേർത്താണ് നമ്മൾ സവാള ഒന്ന്. 1 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി എരിവ് വേണ്ടവർക്ക് ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ വെറുതെ ചായയുടെ കൂടി കഴിക്കണതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല. ചോറിൻ്റെ കൂടിയല്ലേ എരിവ് അധികം വേണ്ടത് നമുക്ക്. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും അധികം എരിവ് കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാകില്ലല്ലോ. അപ്പോൾ അതിൽ എരിവില്ലാതിരിക്കണതാണ് നല്ലത്. മുളക് പൊടി ഒരു സ്വല്പം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. പക്ഷേ കളർ ഇച്ചിരി ഉള്ളത് നല്ലതാണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കളറുണ്ടെങ്കിൽ. പൊടി കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉള്ളിവട വറുത്തെടുക്കാം. ഉള്ളി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ എണ്ണയാണ് ഞാൻ എടുത്തേക്കണത്. നമുക്ക് എണ്ണ തിളച്ചാന്നൊന്ന് നോക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. നമുക്കിനി വടക്കുള്ള ഉള്ളി എടുത്ത് എണ്ണയ്ക്കകത്തേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കയ്യിൽ മൈദ ആയതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാൻ പിടുത്തത്തിന് ഇച്ചിരി കുറവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊന്നും കൈ വെള്ളത്തിൽ മുക്കണം.
ഇതൊന്ന് മറിച്ചിടാം. നല്ല ചുവപ്പ് നിറം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഉള്ളിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ചുവപ്പായി. ഒരു 5 എണ്ണമാണ് നമ്മൾ ഈ ഉരുളിക്കകത്ത് ഇട്ടത്. ഇതെടുത്തിട്ട് നമുക്കിനി അടുത്ത് വെക്കാം. ഇതൊരു മാതിരി എടുക്കാറായിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല കളറ് വന്നു. അടുത്തത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ചുവപ്പ് നിറം വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. ഉള്ളിവട രണ്ടാമത് ഇട്ടത് നല്ല ചുമന്നിട്ടുണ്ട്. നമുക്കത് എടുക്കാം. നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് നമ്മൾ ഈ ഉള്ളിവട ഉണ്ടാക്കിയെടുത്തത്. നമ്മൾ ഉള്ളിവട വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് ഈ ഉള്ളിവട. ഈ മഴക്കാലം വരുമല്ലേ, നല്ല ഒരു കട്ടൻ ചായയും ഒരു ഉള്ളിവടയും കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. നന്ദി.